ചിക്കൻ വെച്ച് നമുക്കിന്നൊരു ചിക്കൻ നീർവാണ് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരുപാട് മസാലയൊന്നുമില്ല. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു മുറി നാരങ്ങ നീരുടെ പിഴിഞ്ഞ് ഇതൊന്ന് പുരട്ടി വെക്കാം. നല്ലപോലെ പുരട്ടിയത് 10-15 മിനിറ്റ് വെള്ളം മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമുക്കൊരു 15-20 മിനിറ്റോളം അടച്ചു. ഇത് നമ്മൾ വെച്ചിട്ടൊരു 15-20 മിനിറ്റായി. നമുക്കത് ഇപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. 3-4 കറിവേപ്പില അങ്ങോട്ടിട്ടിട്ട് മേളിലോട്ട് ചിക്കൻ പൊക്കിയാൽ നോക്കാം. ഇതൊന്ന് തിരിച്ചിടാം, നമുക്കെല്ലാം ഒന്ന് തിരിച്ചിടാം. ചിക്കനൊക്കെ ഫ്രൈ ആയി, നമുക്കിനി അത് പാനിൽ നിന്ന് എടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കിയില്ല. ഇനി അതൊന്നുകൂടെ തേങ്ങാപ്പാൽ ഇടണ്ടല്ല. ലേശം വെളിച്ചെണ്ണ ഇതിലിട്ടൊഴിക്കും, ഒരുപാട് ഒഴിക്കുന്നില്ല. ഈ ഇല ഇതിലോട്ട് വെക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. കറിവേപ്പില ഇതിലോട്ട് ചിക്കൻ പറക്കി ഓട്ടങ്ങൾ നമുക്ക് തേങ്ങാപ്പാൽ, ഒരു തേങ്ങാപ്പാലേ ഉള്ളു, 1/4 പാൽ മാത്രം. ഇതിലോട്ടങ്ങ് ഒഴിക്കാം. രണ്ട് പച്ചമുളക് കൂടെ കയറി പിന്നെ മുളക് എരിവ് കൂടുതൽ വേണം, 1.5 ലേശം കുരുമുളക്, ശകലം ഗരം മസാല, ചെറിയ കഷ്ണം ഇഞ്ചി വെള്ളത്തിലരിഞ്ഞ് വെള്ളം ഇടും. എന്നിട്ട് ഇത് തിരിച്ചും പിരിച്ചും ഇട്ട് ഇളക്കി. ഗ്രേവി വേണ്ടെങ്കിൽ പറ്റിക്കണ്ട, ഗ്രേവി വേണമെങ്കിൽ പറ്റിച്ചെടുക്കണം. അങ്ങനെയാണ് ഞാൻ കണ്ടത്. നല്ല ടേസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ കഴിക്കും. പിന്നെ ഇല പൊട്ടാതെ ഇളക്കിയിടുന്നതാണ് പാട്. ലാസ്റ്റ് ഇത്തിരി കറിവേപ്പില ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്തിരി ഗ്രേവി കിടന്നോട്ടെ, ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതല്ലേ. ഓഫ് ചെയ്യാണ്. ചിക്കൻ നീർവാണ് റെഡി.
ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ചപ്പാത്തിയൊക്കെ വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം.